കൈ വെച്ച് ഇങ്ങനെ ആക്കി കാല് കൺട്രാസ്റ്റ് ആക്കി കൺട്രാസ്റ്റ് ആക്കിയപ്പോൾ എനിക്കത് ആഗോളതാപനത്തിന്റെ ഭാഗമായി ഭൂമിയിലെ താപനില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നാട് മാത്രമല്ല കാടും വെന്തുരുകയാണ്. വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളമോ ആഹാരമോ വനത്തിലില്ല. ജലസ്രോതസ്സുകളെല്ലാം വറ്റി വരണ്ടു തുടങ്ങി. ആഹാരവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് വലിയൊരു ഭീഷണിയാണ്. കാട്ടുതീ തടയാൻ ഫോറസ്റ്റ് വാച്ചർമാർ എല്ലാ സ്ഥലങ്ങളിലും ഓടി നടക്കുന്നുണ്ട്. എങ്കിലും പ്രകൃതിയുടെ നിയമമാണല്ലോ കാട്ടുതീ എന്നത്. അപ്രതീക്ഷിതമായാണ് ചില മേഖലകളിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നത്. എന്താണ് കാട്ടുതീ? കാടുകളിലോ മറ്റു ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിലോ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ തീപിടുത്തത്തെയാണ് കാട്ടുതീ എന്ന് പറയുന്നത്. പ്രകൃതിയാലുള്ള കാരണത്താലോ മനുഷ്യരുടെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളാലോ ആണ് കാട്ടുതീ ഉണ്ടാകാറുള്ളത്. കഠിനമായ ചൂടുള്ള ഉഷ്ണകാലത്താണ് കാട്ടുതീ സാധാരണയായി ഉണ്ടാകുന്നത്. ഓസ്ട്രേലിയയും അമേരിക്കയും കാനഡയും ചൈനയുമെല്ലാം കാട്ടുതീയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ്. എല്ലാ രാജ്യങ്ങളിലും കാട്ടുതീ പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. കാട്ടുതീ വനങ്ങളിലെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും പ്രതികൂലമായി ബാധിക്കും. കൂടിക്കൊണ്ടിരിക്കുന്ന ചൂടും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാട്ടുതീയുടെ തോത് കൂട്ടും. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ വനമേഖലയുടെ പകുതിയിലധികവും കാട്ടുതീ ബാധിത പ്രദേശങ്ങളാണ്. ഇടിമിന്നൽ, അഗ്നിപർവ്വത സ്ഫോടനം, പാറകളിൽ നിന്നുള്ള തീപ്പൊരി, അപ്രതീക്ഷിതമായ ജ്വലനം എന്നിവയാണ് കാട്ടുതീ ഉണ്ടാവാനുള്ള 4 പ്രകൃതിജന്യ കാരണങ്ങൾ. അലക്ഷ്യമായി ഉപേക്ഷിക്കുന്ന സിഗരറ്റ് കുറ്റി, യന്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന തീപ്പൊരി, വൈദ്യുത കമ്പികളിൽ നിന്നുണ്ടാകുന്ന തീ തുടങ്ങിയ മനുഷ്യജന്യമായ കാരണങ്ങളാലും കാട്ടുതീ ഉണ്ടാകുന്നുണ്ട്. കാട്ടുതീ മൂലം അത്യപൂർവമായ ജൈവ വൈവിധ്യങ്ങളും ജീവജാലങ്ങളുമെല്ലാം നശിക്കപ്പെടുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. അതിനപ്പുറം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പഴയകാലത്തെ ആൾക്കാർ പറയാറുണ്ട്, കാട്ടുതീ വീണാൽ പുതിയ നാമ്പുകൾ മുളയ്ക്കുകയും ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം വനത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. തീയുണ്ടാവാനുള്ള കാരകങ്ങളായ സ്രോതസ്സും കത്തുന്ന വസ്തുവും ആവശ്യത്തിലധികം ചൂടും ഓക്സിജനും ഒന്നിച്ചു ചേർന്നാൽ അനിയന്ത്രിതമായ കാട്ടുതീ ഉണ്ടാകും. അന്തരീക്ഷത്തിൽ വളരെയധികം ജലത്തിന്റെ സാമീപ്യമുണ്ടെങ്കിൽ കാട്ടുതീ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കാട്ടുതീ വളരെ എളുപ്പം പടരുന്നതും വളരെയധികം വിശാലമായ പ്രദേശത്തുമായാൽ നിയന്ത്രണ വിധേയമാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ്. എങ്കിലും കാട്ടുതീ തടയേണ്ടത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമ്മളിവിടെ വേറെ എന്തെങ്കിലും ഈ ആനയും കാട്ടുപോത്തും കടുവമ്പുലിയൊക്കെ ഉണ്ട്. റോഡിൽ കൂടെ ടച്ച് ചെയ്ത് പോകുന്ന മാത്രമേ ഫീൽഡിൽ പോകുമ്പോൾ കാണും. ഫീൽഡിൽ പോകുമ്പോൾ അറ്റ സൈഡിലേക്ക് കാണാം. അറ്റാക്ക് ചെയ്തിട്ടില്ല, ആരെ കണ്ടിട്ടുണ്ട്. രാത്രി പോകുമ്പോൾ കാണും. എപ്പോഴും ആനയുണ്ട്. നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് അറിയാം. ഫീൽഡിൽ പോകുന്ന ഞങ്ങൾക്ക് സ്റ്റാഫുകൾക്ക് അറിയാം. ഞങ്ങളത് കണ്ടേ പോകത്തുള്ളൂ. മൃഗങ്ങൾ പോകുമ്പോൾ മൃഗങ്ങളുടെ ശബ്ദവും കേട്ട് ചെക്ക് ചെയ്ത് അതിനെ ശല്യപ്പെടുത്താതെ നമ്മുടെ ജീവരക്ഷ നോക്കി നമ്മുടെ ഇതൊക്കെ ഫീൽഡിൽ ഇറങ്ങി. അത് പകൽ അത് പന്നിക്ക് എന്തോ അത് പന്നിക്ക് എന്തോ കംപ്ലൈന്റ് അങ്ങണ്ട പ്രശ്നമാണ്. പന്നി ചാവും എന്നൊക്കെ പറയാം, ചത്തിട്ടുണ്ടെന്ന് പറയുന്നത്. മറാഠി സ്റ്റാഫുകളൊക്കെ വന്നു. അല്ല തന്നെ എത്തുക.
അല്ല ഈ പേ ഇളകുമോ പന്നിക്ക്? ആ പേയൊക്കെ ഇളകും. അങ്ങനെ അതായിരിക്കും സംഭവം. അങ്ങനെ ഉണ്ടാവും. ചില ഇത് വെള്ളം കുടിക്കാതൊക്കെ കിടക്കുമ്പോൾ നമ്മൾ ആൾക്കാർ അടുത്ത് ചെല്ലുമ്പോൾ അത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ പിന്നെ പട്ടിണി കിടക്കുന്ന നിൽക്കുമ്പോൾ വെള്ളം കുടിക്കാതെ ടൗണിൽ നമ്മൾ വെള്ള പതാളെടുത്ത് കിടക്കും. അന്നേരം ചെല്ലുമ്പോൾ എന്നാൽ ഈ പന്നി സാധാരണ നമ്മൾ ഒരു ഇടിയൊക്കെ ഇടുന്ന പോലെ അതിനെ ആഹാരം ഇല്ലാത്തപ്പോൾ ചെയ്യുന്ന ഇതായി വെള്ളം കുടിക്കാതൊക്കെ ദാഹിച്ചിരിക്കുമല്ലേ. നമുക്കാരും വെള്ളം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ചെയ്ത് നമുക്കറിയത്തില്ല. വെള്ളം ഇല്ലെങ്കിൽ ഏത് മൃഗങ്ങളും പിന്നെ എന്തൊക്കെയാന്ന് പോലും അറിയത്തില്ല. അല്ല സാധാരണ വന്ന് ഒറ്റ ഇടിയോ വണ്ടിയിൽ നമ്മളെ ഇടിച്ചിട്ടാ പോകുന്നത്. പക്ഷെ പിന്നെ തിരിഞ്ഞ് ചെയ്യുന്ന അങ്ങനെ പന്നി ആക്രമിക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തെ വീണ്ടും കുത്തി സ്പോട്ടിൽ പഠിക്കുകയും ചെയ്തു. അങ്ങനെ പോയായിരുന്നു അവിടെ? നമ്മുടെ ഫീൽഡില ഞങ്ങളുടെ ഫീൽഡ് നമുക്ക് 24 മണിക്കൂർ ഡ്യൂട്ടി. 24 മണിക്കൂറും ഇവിടെ കാട്ടുതീ ഇപ്പൊ ഇന്നലെയൊക്കെ ചെറുതായിട്ട് അവിടെ കൊണ്ട് നമ്മളാണിക്കുക വരിക. പിന്നെ അതുപോലെ നാട്ടുകാരും കൂടെ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ റോഡ് രാത്രി നമ്മുടെ ഈ മാമ്പഴത്തെ റൂട്ടില് രാത്രി റോഡിലൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ പോകുമ്പോ എങ്ങനെ പോകും? പിന്നെ നമ്മള് യാത്രക്കാരെ വിടത്തില്ല. നമ്മുടെ ചെക്ക് പോസ്റ്റ് അടയ്ക്കും. അടുത്തേക്ക് അവിടുത്തെ ഉപ്പുവഴി ചെക്ക് പോസ്റ്റ്. താമസക്കാരും അല്ല OP ക്യാമ്പ് ഷെഡ് ഉണ്ട്. നമ്മുടെ PNDC ക്യാമ്പ് ഷെഡ് ഉണ്ട്. ക്യാമ്പ് ഷെഡിൽ സ്റ്റാഫുകളുണ്ട്, സാർമാരൊക്കെ ഉണ്ട്. നമ്മള് സ്റ്റേവസ് പോയി കഴിഞ്ഞ് 50 ദിവസമൊക്കെ താമസക്കാരൊക്കെ രാത്രി ജോലി കഴിഞ്ഞൊക്കെ പോകുന്നില്ലേ? അവര് ആ നാട്ടുകാരെ മാത്രമേ വിടത്തുള്ളൂ. അവർക്കറിയാം, ആ നാട്ടിലുള്ളവർക്ക് അറിയാം. ആനയെ കണ്ട് അവരെ അത് കണക്കിനെ പോകത്തുള്ളൂ. വേറെ ആരും വിടത്തില്ല. ഗേറ്റ് വിടത്തില്ല. നെടുമ്പാറക്കാരും വിടത്തില്ല. കഴുത്തിട്ട് വിടത്തില്ല. അവർ 2 പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വിട്ടിട്ടില്ല. അവർ താമസക്കാരെ മാത്രമേ വിടത്തുള്ളൂ. അവിടെ അവര് അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾ 2 വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വിട്ടിട്ടുണ്ട്. അത്രയും ദൂരമുണ്ട്. അവർക്ക് അത്രയും ഈ മൃഗങ്ങൾക്ക് അറിയത്തില്ല. ഇവർക്ക് നാട്ടുകാരെ ആയതുകൊണ്ട് മൃഗങ്ങളെ റോട്ടിൽ ഇന്നലെ അവർ ഒഴിഞ്ഞു മാറി എല്ലാവർക്കും നാട്ടിലേക്ക് ഇറങ്ങുമോ? ഇപ്പൊ നമ്മള് മൃഗങ്ങളെ ശല്യപ്പെടുത്താൻ ആൾക്കാരില്ല. പണ്ടൊക്കെ വിരട്ടി വെടിയൊക്കെ ഇപ്പൊ ആരും അങ്ങനെ ഇല്ല. ഇപ്പൊ നമ്മള് പടക്കം പിടിക്കുന്നുള്ളൂ. ആന പേരും മാത്രം അല്ല അവര് നമ്മളെ വിളിക്കാം. നമ്മളെ ശല്യം അവർ പിടിക്കത്തില്ല. അവരിങ്ങനെ നമ്മൾ കൊടുത്ത് അവിടെ നമ്മള് പ്രശ്നമുള്ളിടത്ത് നമ്മള് നിൽക്കുന്നിടത്തേക്ക് താമസിക്കാറുള്ള കൊടുക്കും. നമ്മൾ പടം കൊടുത്തിട്ട് എന്തോരം ഉണ്ടെങ്കിൽ അവർ പടക്കം പിടിച്ചിട്ട് ഉടനെ ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ ടപ്പിന് പടക്കം പിടിച്ച് ഞങ്ങള് നമ്മൾ ഇടും. ഇപ്പൊ മൊത്തം ആറ്റ് സൈഡിലൊക്കെ കാണും. ആറ്റ് സൈഡ് കാണും. അച്ചൻകോട് റോഡ് ആറ്റ് സൈഡ് കല്ലേലി. അല്ല ഇപ്പൊ ആന ഇപ്പൊ ഇവിടെ കുറച്ച് ഒതുങ്ങിയിരിക്കും. അങ്ങോട്ടെല്ലാം പോയി. ഇപ്പൊ തോറായി ഭാഗത്തേക്ക് പോയി. പിന്നെ അതുപോലെ വെള്ളപ്പാതകളുടെ ആനയൊക്കെ മാറി. ഇപ്പൊ റോഡ് സൈഡിൽ ആന ഒന്നുമില്ല. ഇപ്പൊ ആനയില്ല. എല്ലാം പോകും. നമുക്ക് ഡ്യൂട്ടിയാ. നമുക്ക് നമ്മളും നമ്മുടെ സ്റ്റാഫുകൾ നമ്മളെ വിളിക്കുമ്പോൾ വരും. പഴയ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. പുതിയതായിട്ട് വരുന്നവർക്കൊന്നും അറിയത്തില്ല. ഇതെല്ലാം ആന ചക്ക പിടിച്ചാണ് എടുക്കുമല്ലേ? ആന കുത്തിക്കുന്നതായിരിക്കും. ഇതിന് ചക്ക എടുക്കുമെന്ന് സൈഡെല്ലാം കുത്തിപ്പറിച്ചേക്കുന്ന ആനയാണോ? ഓ കാലുകൊണ്ട് തള്ളിയിടും. ഈ റബ്ബറെല്ലാം ആന തള്ളിയിട്ടേക്കുമല്ലേ?